स्वागत करेंगे। Praise the Lord. വെൽക്കം പാസ്റ്റർ. പ്രൈസ് Hallelujah. ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവ ജനത്തോടുകൂടെ ദൈവദാസിദാസന്മാരോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് വീണ്ടും കർത്താവിന് നന്ദി പറയുക. एक और आशीषित समय परमेश्वर के लोगों के साथ में, परमेश्वर के दासियों के साथ में परमेश्वर ने दिया, उसके लिए मैं परमेश्वर को धन्यवाद देता हूँ। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് പർവ്വത പ്രസംഗത്തിൽ നിന്നാണ്. पिछले दिनों से हम पहाड़ी उपदेश में से सीखते आ रहे हैं। മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് പർവ്വത പ്രസംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. मत्ती का सुसमाचार 5वां, 6वां और 7वां अध्याय पहाड़ी उपदेश कहलाता है। നമ്മുടെ പ്രാരംഭമായ ക്ലാസ്സുകളിൽ കേട്ടതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പരമ പ്രധാനമായ ഭരണഘടന നിയമങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. शुरुआती क्लासेस में जैसे हमने सुना, परमेश्वर के राज्य का ये संविधान है जो इन अध्यायों में शामिल है। നമ്മുടെ രാജ്യത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നിയമം അറിയാവുന്നവര് രാജ്യത്തിൽ നടക്കുന്നുണ്ട്, രാജ്യത്തിന്റെ നിയമം അറിയാത്തവരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. हमारे देश को अगर हम देखें तो हमारे देश के कानून को जानने वाले लोग भी यहाँ रहते हैं और जो कानून को नहीं जानते वो भी यहाँ रहते हैं। അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഭരണഘടന അല്ലെങ്കിൽ നിയമങ്ങൾ അറിയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു കൂട്ടരുടെയും ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. तो अगर आप ये मुझसे पूछें कि नियमों को, कानूनों को या संविधान को जानना जरूरी क्यों है, तो मैंने जो दो तरह के लोगों को बताया, इनकी जिंदगी को अगर आप ध्यान से देखेंगे आप समझ जाएंगे। നിയമം അറിയാതെ ഒരു വ്യക്തി ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും വലിയ അപകടങ്ങളിൽ ചെന്നെത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. कानूनों को जानने वाला व्यक्ति वो अगर एक किसी देश में रह रहा है, बहुत बार वो परेशानियों में जाके फंस सकता है। എന്നാൽ നിയമങ്ങൾ അറിയുകയാണെങ്കിൽ തനിക്ക് മാത്രമല്ല രക്ഷ, ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തനിക്കെതിരെ ആരെങ്കിലും ഉപദ്രവമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ, ഏത് വഴി, ഏത് സാഹചര്യങ്ങളിലൂടെ നീങ്ങണം, ആരെ പോയി കാണണം, അതിനുള്ള നിയമസാധുത എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. पर अगर नियमों को आप जानते हैं तो सिर्फ खुद के लिए नहीं, दूसरों के लिए भी, और किस तरह से वो अपना बचाव कर सकता है, उसकी संभावनाएं क्या क्या है, इन बातों की जानकारी हमें कानूनों की जानकारी होने के कारण मिल सकती है। അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ വളരെ ശോചനീയമായ അവസ്ഥ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. बिल्कुल इसी तरह से परमेश्वर के राज्य के कायदे कानूनों की जानकारी न होने के कारण ही हम बहुत से लोगों को परमेश्वर के राज्य में बड़ी दयनीय हालत में देखते हैं। ദൈവസന്നിധിയിൽ എങ്ങനെ ജീവിക്കണമെന്ന്, ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന്, പിശാച് നമുക്കെതിരെ ഉപദ്രവമായിട്ട് വരുമ്പോൾ അവനെ നേരിടേണ്ടത് എങ്ങനെന്ന്, ഏതൊക്കെ വാക്യങ്ങൾ പറഞ്ഞ് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുമെന്ന്, ഇതൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ, ഇതൊക്കെ അറിയുവാൻ കഴിയണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. परमेश्वर की उपस्थिति में अगर जीना है, परमेश्वर के राज्य में कैसे जीना है, शैतान का सामना किस तरह से करना है जब वो हमारे खिलाफ आता है, और किन वचनों को बोलकर, किन वचनों का इस्तेमाल करके शैतान का सामना करना है, इनको अगर जानना है तो परमेश्वर के राज्य के नियमों को, उसके कानूनों को सीखना जरूरी है। അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ വചനങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. इसलिए भाइयों, हमें बड़ी सावधानी से, ध्यान से इन वचनों को सीखने की जरूरत है। നമുക്ക് ഒരുമിച്ച് ഇത് വചനം പഠിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന മുഖാന്തരത്തിനായി, വഴികൾക്കായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. हमें एक साथ मिलकर परमेश्वर के इस वचन को सीखने का मौका देने के लिए, ये माहौल तैयार करने के लिए हम परमेश्वर को धन्यवाद दें। ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരും ഇതിൽ നിന്ന് വാക്യങ്ങളോ പ്രസംഗങ്ങളോ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടുണ്ടാകുകയില്ല. हो सकता है मेरी बात को सुनने वाले कुछ लोग ऐसे भी यहाँ पर होंगे जिन्होंने अपनी जिंदगी में कभी भी जो वचन मैं बता रहा हूँ, जिन वचनों को हम सीख रहे हैं, उनमें से शायद कभी भी एक बार भी उन्होंने प्रचार नहीं सुना होगा। ഈ പുസ്തകത്തിലെ, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വചനഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗം. बाइबल की 66 किताबों में से सबसे प्रमुख वचन का हिस्सा है जो हम अभी सीख रहे हैं। സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യനോട് എന്താണ് സംസാരിക്കുന്നത്, അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. सर्वशक्तिमान परमेश्वर मनुष्य बनकर इस धरती पर जब आया तो वो मनुष्य से जिस विषय के बारे में बात करता है
उसको इसमें लिखा है। സ്വർഗത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പാതയിലൂടെ നാം എങ്ങനെ നടക്കണം, ഈ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നുള്ളതിന്റെ രഹസ്യമാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. स्वर्ग में अगर पहुंचना है तो हमारे सामने जो रास्ता रखा गया उस पर हमें कैसे चलना है, हमारी जिंदगी कैसी होनी चाहिए, वो सब बातें इन वचनों में बताई गई हैं। സ്വർഗരാജ്യത്തിന്റെ ശുശ്രൂഷകനായി ജീവിക്കണമെങ്കിൽ, അത്യുന്നതനായ കർത്താവിന്റെ ദാസനായി ദാസിയായി ജീവിക്കണമെങ്കിൽ ഏതൊക്കെ മാനദണ്ഡങ്ങളിലൂടെ നമ്മൾ ജീവിക്കണം, എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് കർത്താവ് ഇതിൽ പഠിപ്പിച്ചിരിക്കുന്നു. स्वर्ग के परमेश्वर के सेवक के रूप में अगर जीना है, परमेश्वर की दासी दास के रूप में अगर जीना है, तो किन किन मापदंडों के अनुसार हमें सेवकाई करनी है, वो बातें इन वचनों में लिखी हैं। അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്കും ആ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും ഒരുപോലെ ഈ വചനം ആവശ്യമാണ്, പരമപ്രധാനമാണ്, അത് മാത്രമല്ല പ്രയോജനകരവുമാണ്. और इसीलिए परमेश्वर की कलीसिया में सेवकाई करने वालों के लिए और जिनके लिए सेवकाई की जाती है उनके लिए भी ये वचन बहुत महत्वपूर्ण है, जरूरी है और इतना ही नहीं उपयोगी भी है। ഒരു മാനുഷികമായ ഒരു അവസ്ഥയുണ്ട്, എന്തെന്നറിയാമോ? പരമപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും വിട്ടിട്ട് പ്രധാനമില്ലാത്തതിന്റെ പിന്നാലെ ജീവിച്ച് ജീവിതം വേസ്റ്റായി പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. मनुष्य के कुछ हालात हम देख सकते हैं कि वो प्रमुख बातों को, मुख्य बातों को छोड़कर जो महत्वहीन है या महत्वपूर्ण नहीं है, उन बातों के पीछे जाकर वो अपनी जिंदगी खराब करता है, बर्बाद कर देता है। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പക്വതയില്ലായ്മയാണ്. और उसका अगर आप कारण पूछें तो कारण परिपक्वता का न होना है। നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ. അവരെ നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ വിട്ടുകളയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുഴുവനും വെളിയിൽ പോയി കളിച്ചും സന്തോഷിച്ചും ഉല്ലസിച്ചും ഒക്കെ അവർ അവരുടെ ജീവിതം നയിക്കും. हमारे बच्चों के बारे में एक बार सोच कर देखिए, अगर हम बच्चों पर पढ़ाई का दबाव नहीं डालेंगे, उनकी मर्जी पर छोड़ देंगे, तो वो अपनी सारी जिंदगी खेल के पीछे इधर उधर घूमने फिरने में वो पूरी अपनी जिंदगी लगाकर व्यर्थ कर देंगे। ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് പലതും ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള കഴിവുണ്ട്, അതിനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്, പക്ഷെ ഞാൻ എല്ലാം ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന്. 1 कुरिन्थियों 6 में और 10 में पौलुस, परमेश्वर का दास पौलुस ये कहता है कि मेरे पास बहुत कुछ करने का अधिकार है, मैं कर सकता हूँ, उचित तो है, पर मैं उनमें से बहुत कुछ करता नहीं हूँ, अपने अधिकार को इस्तेमाल में नहीं लाता हूँ। അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. और इसका कारण ये है कि हमारी उम्र बहुत छोटी है, हमारी जिंदगी के दिन बहुत कम है और उन छोटे से दिनों में, छोटी सी उम्र में हमें परमेश्वर के राज्य के लिए बहुत कुछ करना है। എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റൂ. സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവിന് വേണ്ടി സ്നേഹത്തിൽ അധ്വാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. मेरे भाइयों, अगर आप प्रभु के लिए कुछ करना चाहते हैं, परमेश्वर के राज्य के लिए अगर कुछ करने की इच्छा आपके अंदर है, तो हम सिर्फ इस धरती पर रहते समय ही कर सकते हैं। स्वर्ग में जाने के बाद आप प्रेम में प्रभु के लिए कुछ नहीं कर सकते हैं। ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ, ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം കാണിക്കണം. അല്ലാതെ സ്വർഗത്തിൽ ചെന്ന് കർത്താവിനെ ചുംബിച്ചത് കൊണ്ടോ അവിടുത്തെ പാദപീഠത്തിൽ വീണത് കൊണ്ടോ അർത്ഥമാകുന്നില്ല. अगर हम ये कहते हैं कि हम प्रभु से प्रेम करते हैं, परमेश्वर से प्रेम करते हैं, तो प्रभु और परमेश्वर के प्रति अपने प्रेम को हमें इस दुनिया की अपनी जिंदगी में दिखाना है, न कि स्वर्ग में जाकर प्रभु को चुंबन देने के द्वारा अपने प्रेम को प्रकट करना। അതിന്റെ യഥാർത്ഥ തെളിവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, കർത്താവ് സ്വർഗത്തിൽ ഇരുന്നല്ല സ്നേഹിച്ചത്, അവിടുന്ന് ഈ ഭൂമിയിൽ നമ്മുടെ അടുക്കലേക്ക് വന്ന് സ്നേഹിച്ചു. प्रभु ने हमारे प्रति जो प्रेम दिखाया उसका असली सबूत ये था कि प्रभु स्वर्ग में नहीं रहा, वो इस धरती पर उतर कर आया, उसने हमसे प्रेम किया। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിക്കുക മാത്രമല്ല, അത് അനുസരിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി യാചിക്കാം. इसलिए मुझे सुनने वाले भाइयों, न केवल इन वचनों की गहराई को समझना, बल्कि उन पर चलने के लिए परमेश्वर के अनुग्रह के लिए भी आप परमेश्वर से विनती करें। കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ പാർട്ടുകൾ കേൾക്കുവാനായിട്ട് ഞാൻ അപേക്ഷിക്കുക. अगर किसी ने पिछली क्लास के हिस्सों को नहीं सुना है तो मेरी आपसे विनती है, आप यूट्यूब पे जाइए, उन वीडियो के उन हिस्सों को आप डाउनलोड करके आप उन्हें सुने।
നമ്മൾ ഇന്നത്തെ രാത്രികാലം പഠിക്കുവാനായിട്ട് പോകുന്ന ഭാഗം എന്തെന്ന് ചോദിച്ചാൽ 5:7 മത്തായിയുടെ സുവിശേഷം 5:7. आज हम मत्ती का सुसमाचार 5वां अध्याय उसका 7वां वचन देखने जा रहे हैं। അവിടെ എഴുതിയിരിക്കുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. वहां लिखा है, धन्य है वे जो दयावंत हैं क्योंकि उन पर दया की जाएगी। ആദ്യത്തെ ക്ലാസ്സിൽ കേട്ടതുപോലെ ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ വെർച്യൂസ്, സ്വഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. पहली क्लास में जैसे हमने देखा था कि इसके 5 से 11 तक के वचनों में परमेश्वर के एक जन या परमेश्वर के एक संतान के गुणों के बारे में बताया गया कि वो कैसे होने चाहिए। അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബി ആറ്റിറ്റ്യൂഡ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. और उसे हिंदी में धन्य वचन कहा जाता है, या अंग्रेजी में बी एटीट्यूड्स, यानी हमारा नजरिया कैसा होना चाहिए। അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കേട്ടു ആത്മാവിൽ ദരിദ്രരായവരാണ് ഭാഗ്യവാന്മാർ. 2-ാമത്തെ ക്ലാസ്സിൽ കേട്ടു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. 3-ാമത്തെ ക്ലാസ്സിൽ കേട്ടു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. കഴിഞ്ഞയാഴ്ച നമ്മൾ കേട്ടു നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. तो पहले हफ्ते हमने ये सुना, धन्य है वे जो मन के दीन हैं। दूसरे हफ्ते में हमने देखा, धन्य है वे जो शोक करते हैं। और तीसरे हफ्ते में हमने देखा, धन्य है वे जो नम्र है। और पिछली क्लास में हमने देखा, धन्य है वे जो धार्मिकता के भूखे और प्यासे हैं। അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ സ്വഭാവം ഇല്ലെങ്കിൽ ഈ സ്വഭാവത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ഈ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് വരുവാനായി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. जब हम इन एक एक बातों को सीख रहे हैं, अगर ये स्वभाव, ये आदत हमारे अंदर नहीं है, तो हम अपने आप को प्रभु के सामने नम्र करें, दीन करें, प्रभु से विनती करें, अनुरोध करें कि वो इस स्वभाव को हमारे अंदर दे। മുന്നോട്ടുള്ള സമയം നാം ഇപ്പോൾ കേട്ട വചനത്തിലേക്ക് വരികയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. और आगे के समय के लिए हम 7वें वचन की ओर आते हैं। धन्य है वे जो दयावंत हैं क्योंकि उन पर दया की जाएगी। ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ബ്ലെസ്ഡ് ആർ ദ മെർസിഫുൾ ഫോർ ദേ ഷാൽ ഒബ്റ്റെയിൻ മെർസി. धन्य है वे जो दयावंत हैं क्योंकि उन पर दया की जाएगी। ഈ ഒരു വാക്യത്തിന്റെ പ്രത്യേകത നോക്കിക്കേ. ഇവിടെ എഴുതിയിരിക്കും, നമുക്കറിയാം, കഴിഞ്ഞൊരു ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, നമുക്ക് വാഗ്ദത്തം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ പിന്നിലുള്ള കണ്ടീഷൻ നമ്മൾ അനുസരിക്കണം. पिछले दिनों में हमने ये सुना था कि अगर हम एक वायदा पाना चाहते हैं तो उस वायदे से जुड़ी हुई शर्त को पूरा करना जरूरी है। ഈ വാക്യത്തിലോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ടീഷനും ഒന്നാണ്, വാഗ്ദത്തവും ഒന്നാണ്. और इस वचन की खासियत को देखिए, इसमें वायदा भी वही है और शर्त भी वही है। ശ്രദ്ധിച്ചു നോക്കിയേ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ध्यान दीजिए, धन्य है वे जो दयावंत हैं क्योंकि उन पर दया की जाएगी। ആരാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അത് നമ്മളെ കുറിച്ച് പറയുന്നു. നമുക്ക് കരുണ വേണം. ആരോട്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സമസൃഷ്ടികളോട്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, നമ്മുടെ ജീവിതവുമായി ദൈവം ബന്ധിച്ചിരിക്കുന്നവരോട്. पर यहाँ पर जब लिखा है कि धन्य है वे जो दयावंत हैं, तो हम किसके बारे में लिखा? हमारे बारे में लिखा है कि हमारे जो साथी मनुष्य हैं, हमारे आसपास रहने वाले लोग, जिन लोगों को परमेश्वर ने हमारी जिंदगी से जोड़ा है, उनके प्रति हमारे अंदर दया होनी चाहिए। അങ്ങനെ കരുണ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് കരുണ ലഭിക്കുമെന്ന്. ആരിൽ നിന്ന്? ഒന്നാമത്തെ കാര്യം, മനുഷ്യരിൽ നിന്ന് കരുണ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. രണ്ടാമത്, അത്യുന്നതനായ ദൈവം നമ്മളോട് കരുണ കാണിക്കും. अगर ऐसी दया है हमारे अंदर तो हम पर दया की जाएगी। कहां से दया हम पर होगी? पहला, मनुष्यों की ओर से हम पर दया होगी, और दूसरा, सर्वोच्च परमेश्वर हम पर दया करेगा। ഈ കരുണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് പോയി കഴിഞ്ഞ് നമ്മളത് പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് സ്പീക്സ് ഓഫ് ആൻ ഇമോഷണൽ റെസ്പോൺസ് ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് വൈകാരികമായിട്ടുള്ള ഒരു സഹായിക്കണമെന്നുള്ള ഒരു അദമ്യമായ ഒരു ആഗ്രഹം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യം കണ്ടിട്ട് നോക്കിക്കണ്ട് മടങ്ങിപ്പോവുകയല്ല, പിന്നെയോ ഏത് വിധേനയെങ്കിലും ഈ വ്യക്തിയെ സഹായിക്കണമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ആഗ്രഹം, അതാണ് കരുണ എന്ന് പറയുന്നത്. दया शब्द का अगर यूनानी भाषा में आप उसके मूल शब्द को देखें तो उसका मतलब ये निकलता है कि किसी जरूरतमंद को देखकर अंदर से उसकी मदद करने की एक गहरी इच्छा उत्पन्न होना। यानी जरूरतमंद को कोई व्यक्ति देखता है तो उसको देखकर पलट के नहीं चला जाता है, बल्कि किसी न किसी तरीके से जहां तक हो सके उस व्यक्ति की मदद करने की इच्छा का अंदर से उत्पन्न होना, वो दया कहलाता है।
It means to feel the pain of another so deeply that we are compelled to do something about it. എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവസ്ഥ കണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വേദന വന്നിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മളിൽ നിന്ന് ചെയ്യുവാൻ തക്കവണ്ണം നിർബന്ധിതരായി തീരുന്ന അവസ്ഥയാണ് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ. यानी दया करने का मतलब ये है कि किसी व्यक्ति के दर्द को इतनी गहराई से महसूस करना कि वो महसूस करने वाला व्यक्ति उस व्यक्ति की सहायता करने के लिए मजबूर हो जाए. എന്ന് പറഞ്ഞാൽ ഞാൻ കരുണ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് ടു പേ എ പ്രൈസ് ഫോർ ഇറ്റ്. यानी मैं दया करता हूं अगर मैं कहता हूं तो इसका मतलब उसके लिए मुझे एक कीमत चुकानी है. അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവർ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കുറച്ച് കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. और दूसरों पर दया करने का मतलब यही है कि हमें कुछ कष्ट झेलना पड़ेगा. പലപ്പോഴും ദൈവമക്കളെ നമ്മുടെ നാവിലൂടെ വരുന്ന വാക്കെന്തെന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലും കഷ്ടത കാണുമ്പോൾ അവരുടെ പുറത്തൊന്ന് തട്ടിയിട്ട് പറയും സാരമില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. ആ പറഞ്ഞതും മറന്നുപോകും, കേട്ടാളും മറന്നുപോകും. बहुत बार दूसरों की पीड़ा को देखकर, दर्द को देखकर अक्सर हम अपने मुंह से क्या कहते हैं, पीठ को थपथपाएंगे, बोलेंगे कोई बात नहीं हम दुआ करेंगे. अब दुआ करेंगे कहने वाला आदमी भी बाद में भूल जाता है, जिससे कहा गया वो भी भूल जाता है. അതല്ല കരുണ എന്ന് പറഞ്ഞാൽ. കരുണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് അതിനുവേണ്ടി ചില കഷ്ടം സഹിക്കുന്നു, ചില നഷ്ടം സഹിക്കുന്നു, ചില അസൗകര്യങ്ങൾ നമ്മൾ സഹിക്കുന്നു. അതാണ് കരുണ എന്ന വാക്കിൽ ഇവിടെ ദൈവം അർത്ഥമാക്കിയിരിക്കുന്നത്. और दया का मतलब ये नहीं है, दया का मतलब यहाँ परमेश्वर जो बता रहा है उसका मतलब ये है कि हम उसके लिए निकलते हैं, उसके लिए हम नुकसान उठाते हैं, कीमत चुकाते हैं, उसके लिए हम अपनी सुविधाओं को छोड़ने के लिए तैयार हो जाते हैं. ഡ്യൂട്രോണമി 4-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് യഹോവയായ ദൈവം മഹാകരുണയുള്ളവനല്ലോ എന്ന്. व्यवस्था विवरण 4थे अध्याय में हम ये देखते हैं कि यहोवा परमेश्वर वो बड़ी करुणा करने वाला, दया करने वाला परमेश्वर है. ദൈവം കരുണയുള്ളവനെന്ന് പറയുമ്പോൾ അവിടുന്ന് വാക്കുകൊണ്ട് പറയുക മാത്രമല്ല, അവിടുത്തെ കരുണ നമ്മൾ കണ്ടു. സർവശക്തനായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടം സഹിച്ച് ക്രൂശിന്റെ മേൽ മരിച്ച് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. താൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താമെന്നുള്ള വാഗ്ദത്തവും തന്നിരിക്കുന്നു. परमेश्वर को जब दयावंत कहा गया है तो वो सिर्फ शब्दों तक ही सीमित नहीं रहा, वो सर्वोच्च परमेश्वर, वो दयावंत परमेश्वर इस धरती पर उतर आया, वो हमारे लिए कष्ट को झेलता है, क्रूस पर मरता है और न सिर्फ हमें पापों से छुटकारा देता है बल्कि उसने हमें परमेश्वर की संतान होने का अधिकार दिया. इतना ही नहीं, जहां पर वो बैठा है वहां पर बैठाने का वायदा भी हमें दिया. ആ ക്രിസ്തു ഉള്ളിലേക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റും ചില മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും അവരുടെ സുഖങ്ങളൊക്കെ വിട്ടിട്ട് കഷ്ടത അനുഭവിച്ച് ഇന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. പണ്ട് കപ്പലുകൾ മാത്രമേ ഉള്ളൂ. മാസങ്ങൾ കടലിലൂടെ യാത്ര ചെയ്ത് നഷ്ടങ്ങൾ സഹിച്ച് കഷ്ടങ്ങൾ സഹിച്ചാണ് ഇന്ത്യയിലെത്തി 100 വർഷത്തിനും 200 വർഷത്തിനും മുമ്പുള്ള ആ പരിതസ്ഥിതിയിൽ കഷ്ടങ്ങളും രോഗങ്ങളും അനുഭവിച്ച് മിഷണറിമാരായി കർത്താവിന്റെ സുവിശേഷം നമ്മുടെ അടുക്കലൊക്കെ എത്തിച്ചത്. इस दया को अनुभव करने वाले कुछ मिशनरी लोग हम जानते हैं पिछली दिनों में या सदी में वो अमेरिका से या ब्रिटेन से ऐसे लोग आते हैं. उस समय हवाई जहाज की सुविधा नहीं थी, वो पानी वाले जहाज से कई महीनों की यात्रा करके आते हैं, कष्ट झेलते हैं, नुकसान उठाते हैं, पीड़ा झेलते हैं, रोगों को सहते हैं और परमेश्वर की सेवा करने के लिए मिशनरी के रूप में वो आते हैं. അതിൽ പലരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ നാട് വിട്ട്, സ്വന്തക്കാരെ വിട്ട്, വീട്ടുകാരെ വിട്ട്, കൂട്ടുകാരെ വിട്ട്, അവരുടെ സ്വന്തം എല്ലാം വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ മടങ്ങി അവരുടെ സ്വന്തം ദേശത്തേക്ക് പോയതായിട്ടില്ലെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. उनमें से कईयों की जीवनी को मैंने पढ़ा है कि उनमें से कईयों ने अपने घर को छोड़ा, परिवार को छोड़ा, रिश्तेदारों को छोड़ा, अपनी जगह को, अपने सुख सुविधाओं को छोड़ा और उनमें से कुछ लोग तो जिंदगी में कभी भी वापस अपने देश नहीं गए. അമി കൈമിക്കൽ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അവർ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വന്ന് ദൈവവേല ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലായിരുന്നു. അവര് 29-ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ നിന്ന് പോയി 84-ാമത്തെ വയസ്സിൽ അവർ ഇന്ത്യയിലാണ് മരിച്ചത്. ഈ 10-60 വർഷം അല്ലെങ്കിൽ 60 വർഷത്തോളം അടുത്ത് അവർ ഇന്ത്യയിൽ മാത്രം, അന്ന് വസൂരിയും അതുപോലെയുള്ള വലിയ മാരകമായ അസുഖങ്ങളുള്ളതിന്റെ മധ്യത്തിൽ പാവപ്പെട്ടവരെ ചികിത്സിച്ച് അവരോട് സുവിശേഷം പറഞ്ഞ് അവിടെ തന്നെ ആ സഹോദരി മരിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. एमी कार्माइकल के बारे में मैंने ये पढ़ा है कि 26 साल की उम्र में वो इंग्लैंड से निकली
और 84 साल तक वो भारत में रही। 84 के साल में उनकी भारत में मृत्यु होती है। इस बीच में वो कभी अपने देश वापस नहीं गई। उस समय घातक बीमारियां भारत में होती थी। उन बीमारियों से घिरे हुए लोगों के बीच में वो उपचार करते हुए, उनकी देखभाल करते हुए यहीं पर उन्होंने अंतिम सांस ली। സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അവരാ കഷ്ടപ്പെട്ടത് കൊണ്ട് ഭൗതികമായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇന്നത്തെ പ്രസംഗകരെയല്ല നോക്കേണ്ടത്, ഇന്നത്തെ സുവിശേഷകർ എന്ന് പറയുന്നവരെയല്ല നോക്കുന്നത്. അവരൊക്കെ പണക്കാരായി മാറും, അവർ ധനവാന്മാരായി മാറും. പക്ഷെ സാധുക്കളായ ഈ യഥാർത്ഥ മിഷണറിമാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവർക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി അവരെന്ത് നേടി? അവർ നേടിയത് എന്തെന്ന് ചോദിച്ചാൽ സ്വർഗത്തിന്റെ കരുണ നേടി. അത്യുന്നതൻ വാഗ്ദത്തം ചെയ്തിടത്ത് അവരിന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു. मेरे भाई और बहनों, थोड़ा सोच कर देखिएगा, उन्होंने इतना कष्ट सहला, इतना झेला, इतना नुकसान उठाया, भौतिक रूप से उनको क्या मिला? आज के प्रचारकों की हमें नहीं सुनना, आज के सेवकों की बात को नहीं सुनना है। वो लोग धनवान होते जाते हैं, वो लोग भौतिक रूप से बहुत संपन्न होते जाते हैं, लेकिन इनको जो सच्चे परमेश्वर के मसीही थे, जो सच्चे परमेश्वर के दास थे, मिशनरी थे, उनको क्या मिला? उनको सर्वोच्च परमेश्वर की दया मिली और परमेश्वर ने उनको जिस जगह का वायदा दिया था, आज वो परमेश्वर के साथ उस जगह पर है। സഹോദര സഹോദരി കേൾക്കണമേ, അങ്ങനെ കരുണ തോന്നുന്നവർക്കാണ് കർത്താവിന്റെ കരുണ ലഭിക്കുക. भाई और बहनों सुनिएगा, जो ऐसे दया करते हैं उन पर प्रभु दया करता है। നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പല വ്യക്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് കർത്താവ് നോക്കുകയാണ് നമ്മൾ അവരോട് കരുണ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. हमारी जिंदगी की परिस्थितियों में प्रभु परमेश्वर कई लोगों को हमारी जिंदगी में लाता है और प्रभु ये देखता है कि क्या हम उन पर दया करते हैं या नहीं। നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കും, അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പുരുഷാരത്തെ കണ്ട് നമ്മുടെ കർത്താവ് മനസ്സലിഞ്ഞതായിട്ട്. मत्ती का सुसमाचार 14वें अध्याय में और 9वें अध्याय में भी हमारे प्रभु के बारे में हम देखते हैं ये स्वभाव कि भीड़ को देखकर वो तरस खाता है। അവിടുന്ന് മനസ്സലിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശന്നിരുന്നവർക്ക് അവിടുന്ന് ആഹാരത്തെ കൊടുത്തു. അത് മാത്രമല്ല, രോഗികളായിരുന്നവരെ കർത്താവ് സൗഖ്യമാക്കി. അത് മാത്രമല്ല, ഭൂതബന്ധനത്തിലായിരുന്നവരുടെ ഭൂതങ്ങളെ പുറത്താക്കി. അങ്ങനെ കർത്താവ് കരുണ കാണിച്ചപ്പോൾ ചില പ്രവൃത്തികൾ സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. प्रभु के तरस खाने का मतलब उसने भूखों को रोटी खिलाकर तृप्त किया, बीमारों को चंगा किया, दुष्टात्माग्रस्त लोगों को छुटकारा दिया। यानी प्रभु ने जब दया दिखाई या करुणा दिखाई तो वहां पर हम कुछ काम को होते हुए देखते हैं। അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ കരുണ കാണിക്കുമ്പോൾ ചില പ്രവൃത്തികൾ നടക്കണം. इसी तरह भाइयों, जब हम दया करते हैं तो कुछ काम होना चाहिए। നമ്മുടെ വാക്കുകൊണ്ട് ദയ കാണിക്കാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി. അതോടുകൂടി തന്നെ നമ്മളാലാവുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ചില പ്രവൃത്തികൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. दूसरों की सांत्वना के लिए हम अपने शब्दों से दया दिखा सकते हैं, उसमें कुछ भी गलत नहीं है, पर हमें अपनी जिंदगी के द्वारा दूसरों पर दया के कुछ कर्म को करना है, कामों को करना है। നമ്മൾ കണ്ടു, കർത്താവിന്റെ ജീവിതത്തിൽ അവൻ പ്രവൃത്തികളിലൂടെയാണ് തന്റെ കരുണയെ കാണിച്ചത്. प्रभु के जीवन में हमने देखा उसने अपने कामों के द्वारा अपनी दया को दिखाया। ഇന്നും ദൈവം കരുണ കാണിക്കുന്നത് തന്റെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ കരയുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്നു, രോഗത്തിലിരുന്ന് നിലവിളിക്കുമ്പോൾ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു, പാപത്തിലിരുന്നു കൊണ്ട് നിലവിളിക്കുമ്പോൾ പാപത്തിലും ദൈവം വിടുവിക്കുന്നു. തന്റെ പ്രവൃത്തികളിലൂടെയാണ് ഇന്നും അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ കരുണ കാണിക്കുന്നത്. आज भी परमेश्वर अपने कामों के द्वारा ही हमारे बीच में अपनी दया को प्रकट करता है। जब हम रोते हैं वो हमारी समस्याओं को दूर करता है, रोग में जब हम प्रभु को पुकारते हैं वो हमारे रोगों को दूर करता है, पाप में जब हम प्रभु को पुकारते हैं वो हमें पाप से क्षमा और छुटकारा देता है। वो अपने कामों के द्वारा ही आज भी हम पर दया करता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ദൈവവേല ചെയ്യുന്ന അനേക ശുശ്രൂഷകരെ, ദൈവദാസന്മാരെ, ദാസിമാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആയിരക്കണക്കിന് മൈലുകൾക്ക് അകലെ നിന്ന് അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ട് ആ ദേശത്ത് വന്ന് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കാലാവസ്ഥയുടെ നടുവിൽ അവർ കിടന്നുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ദൈവം കാണിച്ച കരുണ അവർ സ്വന്തം ദൈവത്തിന്റെ ജനമാകുന്ന മറ്റുള്ളവരോട് കാണിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്തവരെ കരുണ കാണിച്ച് കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് അവർ നിങ്ങളുടെ മധ്യത്തിലുമായിരിക്കുന്നത്. परमेश्वर के जनों, आपने अपने आसपास ऐसे बहुत से परमेश्वर के दासों को, दासियों को देखा होगा जो हजारों किलोमीटर दूर अपनी जन्मभूमि को छोड़कर आपके बीच में, आपके आसपास में एक अलग तरह के मौसम में, मौसम की दिक्कतों को झेलते हुए
अलग अलग परेशानियों को झेलते हुए वहां पर इसलिए रह रहे हैं क्योंकि जो दया उन्होंने अपनी जिंदगी में पाई, उस दया के द्वारा वो दूसरे कई लोगों को प्रभु में लाने के लिए, प्रभु के लोगों पर अपने उस दया को जो उन्होंने पाई है प्रकट करने के लिए वो ऐसे विपरीत माहौल में जी रहे हैं। ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഇന്ത്യ വിട്ടിട്ട് US-ൽ പോകുന്നവരുണ്ട്, UK-ൽ വരുന്നവരുണ്ട്, ന്യൂസിലൻഡിലോ കാനഡയിലൊക്കെ പോകുന്നവരുണ്ട്. അവരൊക്കെ സ്വന്തം രാജ്യം വിട്ട് സ്വന്തം ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുന്നത് ഭൗതിക നന്മയ്ക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കുമാണ്. എന്നാൽ മിഷണറിമാർ അങ്ങനെയല്ല. അവർ ഭൗതിക നേട്ടം നോക്കിയല്ല വരുന്നത്, അവർ നോക്കുന്നത് ദൈവരാജ്യത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. भौतिक आशीष के लिए या कमाई के लिए लोग भारत को छोड़कर यूएस में जाते हैं, यूके में जाते हैं, ऑस्ट्रेलिया में जाते हैं, अलग अलग जगहों पर जाते हैं। वो भौतिक कमाई के लिए जाते हैं, लेकिन मिशनरी लोग ऐसे नहीं होते हैं। वो कमाई के लिए नहीं जाते हैं, वो परमेश्वर के राज्य के लिए, परमेश्वर की सेवा के लिए वो अलग अलग जगहों पर जाकर रहते हैं। നമ്മൾ പറയാറുണ്ട്, കൊലോസ്യ ലേഖനം 1:27 വായിച്ചിട്ട് ധ്യാനിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുവെന്ന്. कुलुसियो 1:27 पढ़कर मनन करके हम कहते तो हैं कि महिमा का मसीह, वो जो प्रभु, जो महिमा की आशा है वो हमारे अंदर रहता है। നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് പറയുന്നുണ്ട് എന്നിൽ ക്രിസ്തു വസിക്കുന്നെന്ന്. हम दूसरों से हमेशा ये कहते हैं कि मेरे अंदर मसीह रहता है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ദിവസം നമ്മളൊന്ന് പൂർണ്ണമായി ഒന്ന് വിശ്വസിച്ച് യേശു കർത്താവ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടക്കുകയാണ് എന്നൊന്ന് വിചാരിച്ച്, आप सोच कर देखिए एक बार कि एक दिन यीशु पूरी तरह से अपनी संपूर्णता में वो हमारे शरीर में आता है। ഒരു ദിവസം രാവിലെ ദൈവം കർത്താവ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ നിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുക, ഇന്നത്തെ ഒരു ദിവസം നിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. आप थोड़ा सोच कर देखिए, कल्पना कीजिए कि एक दिन सुबह प्रभु आपके पास में आता है और प्रभु कहता है कि आज मैं तेरे अंदर प्रवेश करने जा रहा हूं और आज मैं तेरे अंदर बैठकर अपनी जिंदगी जीने जा रहा हूं। അങ്ങനെയാണെങ്കിൽ അന്നത്തെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൽ വ്യത്യാസം വല്ലതും ഉണ്ടാകുമോ സഹോദര സഹോദരി? तो भाइयों और बहनों, अगर प्रभु ऐसे आपके अंदर आए तो उस दिन सुबह से लेकर शाम तक क्या आपकी जिंदगी में कोई बदलाव आएगा? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് വഴക്കുണ്ടാക്കുകയാണ്, നിങ്ങളെ ബഹളം ഉണ്ടാക്കി ഷൗട്ട് ചെയ്യുകയാണ്, നിങ്ങളെ ശപിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ശാപത്തിന്റെ വാക്കുകളായിരിക്കുമോ? ഒരിക്കലും ആവത്തില്ല. കാരണം യേശു ഉള്ളിൽ ഇരുന്നുകൊണ്ട് യേശുവാണ് സംസാരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ വാക്കുകളാ വെളിയിൽ വരുന്നത്. जब आप सुबह उठकर आते हैं, कोई आपको डांटता है, आपको झिड़कता है, गालियां देता है, तो क्या आप पलट कर उसको आप श्राप देंगे, गाली देंगे? नहीं, क्योंकि यीशु आपके अंदर है तो यीशु के शब्द आपके मुंह से निकलेंगे। നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? മക്കളോട് സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? കാരണം നിങ്ങളല്ല സംസാരിക്കുന്നത്, യേശുവാണ് ഉള്ളിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. आप अपनी पत्नी से किन शब्दों में बात करेंगे, आप अपने पति से किन शब्दों में बात करेंगे, आप अपने बच्चों से किन शब्दों में बात करेंगे, क्योंकि आप नहीं है जो बात कर रहे हैं, यीशु आपके अंदर से बात कर रहा है। നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോവാന്ന് വെച്ചോ, അല്ലെങ്കിൽ നടന്നു പോവുകയാണെന്ന് വെച്ചോ, വഴിയിൽ പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകളെ നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരിക്കും? അതിനെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? അതിനെ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും? കാരണം നിങ്ങളല്ല, നിങ്ങളിൽ യേശു വസിക്കുകയാണ് ആ ഒരു ദിവസം. मान लीजिए आप गाड़ी चलाकर या साइकिल पर आप अपने काम की जगह पर जा रहे हैं, तो रास्ते में आपको जो कुछ दृश्य नजर आते हैं, जो कुछ नजर आता है, उसको आप किस नजर से देखेंगे, उसको आप, उसका महत्व किस तरह से आप समझेंगे और उसके प्रति आपकी प्रतिक्रिया कैसे होगी, क्योंकि यीशु आपके अंदर बैठा है। അതുപോലെ ജോലി സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നും ജോലി ചെയ്യുന്ന രീതിയിലായിരിക്കുമോ നിങ്ങളുടെ ജോലിയുടെ രീതി? എന്നും ഇടപെടുന്ന രീതിയിലായിരിക്കുമോ? കൂട്ടുകാർ തമാശ പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ആവശ്യമില്ലാത്ത മെസ്സേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കൂട്ടുകാർ ഫോണിലേക്ക് അയച്ചു തന്നാൽ അത് കാണുന്ന രീതി എങ്ങനെയായിരിക്കും? കാരണം നിങ്ങളല്ല, നിങ്ങളിൽ യേശു വന്ന് വസിക്കുകയാണ്. നിങ്ങൾക്ക് പകരമായി യേശു നിങ്ങളിൽ വസിക്കുകയാണ്. इसी तरह जब आप अपने दफ्तर में पहुंचेंगे तो क्या हमेशा की तरह, हर दिन की तरह उस दिन भी आप वैसे ही काम करेंगे? जब दोस्त आपके साथ हंसी मजाक करते हैं तो उस समय आपका जवाब कैसा होगा? जब कोई मैसेज आपको मिलता है, आपके फोन पे कुछ आता है, तो क्या आप हमेशा की तरह उसको देखेंगे? क्योंकि यीशु आपके अंदर रहकर अपनी जिंदगी उस समय जी रहा है, तो क्या बदलाव होगा? സഹോദര സഹോദരി, അന്നത്തെ നമ്മുടെ ഒരു ദിവസം കണ്ടാൽ ആരൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടോ, ആരൊക്കെ നമ്മുടെ ജീവിതത്തെ കണ്ടോ, വീട്ടിലുള്ളവരായിക്കോട്ടെ, വെളിയിലുള്ളവരായിക്കോട്ടെ, ജോലി സ്ഥലത്തായിട്ടുള്ളവരിലെ
അവരെല്ലാം അത്ഭുതപ്പെടും ഈ വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന്. भाई और बहनों, उस दिन हमारी जिंदगी को देखने वाला हर एक व्यक्ति, चाहे वो हमारे घर का व्यक्ति हो या बाहर वाला व्यक्ति हो या दफ्तर का व्यक्ति हो, जिसने भी उस दिन की हमारी जिंदगी को देखा है, जिसने भी उस दिन हमारे साथ व्यवहार किया हो, वो चकित रह जाएगा कि इस बंदे को क्या हो गया। അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, നമ്മൾ പറയുന്നു മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, എന്റെ ഉള്ളിൽ യേശു ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ഇത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? अगर ऐसा है तो आप सोच कर देखिए, जब हम ये कहते हैं कि महिमा की आशा मसीह मसीह वो मेरे अंदर रहता है, मैं एक मसीही हूँ, मैं एक परमेश्वर की संतान हूँ, मैं प्रभु का दास हूँ, जब हम ये सब कह रहे हैं तो क्या इनमें से कुछ भी हमारे अंदर हो रहा है? അതിന്റെ അർത്ഥം അതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നില്ല. രണ്ടാമത്തെ സാധ്യത, നമ്മൾ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളം മാത്രമാണ്. इसकी दो संभावनाएं, एक तो ये कि हम जिस यीशु के अपने अंदर होने की बात कर रहे हैं वो यीशु हमारे अंदर नहीं रहता है, और दूसरी संभावना ये कि हम जो कुछ बोल रहे हैं वो सफेद झूठ है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലാഘവത്തോട് ഇത് കേൾക്കരുത്. ഇത് നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. मेरे भाई मेरी बहन, इसको हल्के में मत लीजिएगा, ये आपकी जिंदगी की गवाही है। ദൈവം എന്നോട് കരുണ കാണിച്ചു എന്ന് നമ്മൾ ലോകത്തോട് പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആ കരുണ ലോകത്തോട് കാണിക്കുന്നുണ്ടോ? जब हम दुनिया में ये प्रचार करते हैं कि परमेश्वर ने मुझ पर दया की है, तो क्या वही दया हम दुनिया पर करते हैं? ലോകത്തോട് സുവിശേഷം അറിയിക്കുവാനായി ഇറങ്ങിപ്പെട്ട സഹോദര, നിന്റെ സ്വന്തം വീട്ടിൽ ഭാര്യയോട് നീ കരുണയുള്ളവനാണോ? മക്കളോട് നീ കരുണയുള്ളവനാണോ? दुनिया को सुसमाचार सुनाने के लिए निकले हुए भाई, क्या आप अपनी पत्नी पर दया करते हैं? क्या आप अपने बच्चों पर दया करते हैं? മറ്റുള്ളവരോട് ദൈവ പൈതലാണെന്ന് പറയുന്ന സഹോദരി, മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക്കായിട്ടും അല്ലാതെയും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി, സ്വന്തം ഭർത്താവിന് കീഴ്പ്പെടുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും നിനക്ക് കഴിയുന്നുണ്ടോ? दूसरों के सामने खुद को परमेश्वर की बेटी कहने वाली बहन, दूसरों के सामने भी और अकेले में भी बहुत प्रार्थना करने वाली बहन, क्या आप अपने पति के अधीन रहती हैं? क्या आप अपने दिल की गहराई से अपने पति से प्रेम करती हैं? क्या उनका आदर करती हैं? കർത്താവ് പറയുന്നു, കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കും. प्रभु कहता है, जो दयावंत है उस पर दया की जाएगी। സ്വന്തം ജീവിതത്തിലേക്ക് സാവധാനം ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ സഹോദര സഹോദരി, ഞാൻ കാണിക്കേണ്ട കരുണ ഞാൻ കാണിക്കുന്നുണ്ടോ? भाई बहन, थोड़ा आराम से अपनी जिंदगी में एक बार जांच कर देखिएगा कि क्या जो दया मुझे करनी चाहिए वो मैं कर रहा हूं या नहीं। എനിക്കൊരു നിമിഷം ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? എൻ്റെ 1000 കോടി പാപങ്ങൾ എൻ്റെ കർത്താവ് ക്ഷമിച്ചു തന്നു. എൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എൻ്റെ ദൈവം എന്നോട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ജീവനോട് ഇരിക്കുവാനുള്ള ഒരു സാധ്യതയും എനിക്കില്ല. 1000 കോടി പാപങ്ങൾ എന്നോട് ദൈവം ക്ഷമിക്കുമ്പോൾ, കുറവുകൾ എന്നോട് ക്ഷമിക്കുമ്പോൾ, സ്വന്തം ഭാര്യയുടെയോ സ്വന്തം ഭർത്താവിന്റെയോ സ്വന്തം മക്കളുടെയോ സഹോദരങ്ങളുടെയോ കൂടെ വേല ചെയ്യുന്ന കൂട്ടുദാസീദാസന്മാരുടെയോ ചെറിയ കുറവുകളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം എന്തുകൊണ്ടാണ് നമ്മൾ വൈമുഖ്യം കാണിക്കുന്നത്? मेरे हजारों करोड़ पापों को जब परमेश्वर ने क्षमा कर दिया है, अगर परमेश्वर मेरे कामों के अनुसार मुझसे बर्ताव करता तो शायद आज मैं इस दुनिया में नहीं होता। जब उसने मेरे हजारों करोड़ पापों को माफ किया है, तो मैं अपनी पत्नी, अपने भाई, अपने दोस्त, अपने बच्चों, अपने साथ काम करने वालों या संगी परमेश्वर के दासों के छोटे छोटे पापों को भी माफ करने में पीछे क्यों हटता हूँ? നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹോദര സഹോദരി, എൻ്റെ ഹൃദയത്തിനകത്ത് മാറ്റം വന്നു എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ, എനിക്ക് യഥാർത്ഥ മാനസാന്തരം വന്നു എന്ന് പറയുന്നുവെങ്കിൽ, എൻ്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിന്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് ഇരിക്കുന്നു, അവൻ എനിക്ക് രാജാവായി എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, അത് വെറും പാട്ടുകളിലല്ല, വെറും പ്രാർത്ഥനയുടെ വാക്കുകളല്ല പ്രതിഫലിക്കുന്നത്. യഥാർത്ഥ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ ഇടപെടലുകളിൽ അത് പ്രതിധ്വനിക്കും. इसे बड़ी गहराई से हमें सोचना है कि अगर हम कहते हैं कि मेरे दिल में कोई बदलाव आया है, अगर हम ये कहते हैं कि मेरी जिंदगी में, मेरी आदतों में एक बदलाव आया है, अगर हम ये कहते हैं कि मेरे दिल के सिंहासन पर मेरा प्रभु विराजमान है, तो वो चीज सिर्फ गीतों में दिखाई नहीं देनी चाहिए, सिर्फ प्रार्थना में नहीं सुननी चाहिए, बल्कि वो मेरी प्रतिदिन की, हर दिन की मेरी जिंदगी में वो नजर आना चाहिए। യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് മഹാദയയും മനസ്സലിവുമുള്ളവനല്ലോ എന്ന്.
याकूब 5:11 के अंत में हम देख सकते हैं, वहां पर लिखा है कि हमारा प्रभु अत्यंत करुणा में और दया करने वाला है। ആ കർത്താവിനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം കടന്നു പോകുന്നിടത്തൊക്കെയും മറ്റുള്ളവർ കരുണ അനുഭവിക്കണം. वो प्रभु हमारे अंदर रहता, अगर ऐसा है तो जहां भी हम जाते हैं दूसरों को वो दया मिलनी चाहिए। നമ്മുടെ ഭവനത്തിൽ ആ കരുണ വ്യാപരിക്കണം. हमारे घर में वो दया फैलनी चाहिए। നാം മറ്റാരെയും കാണിക്കുവാൻ വേണ്ടി അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അങ്ങനെയാണ്. हम दूसरों को दिखाने के लिए नाटक नहीं कर रहे हैं, हम ऐसे ही हैं। ഒരു ടീച്ചറിന്റെ വേഷം നമുക്ക് അഭിനയിക്കാൻ പറ്റും, എന്നാൽ ഒരു യഥാർത്ഥ ടീച്ചറിന് അഭിനയിക്കേണ്ട കാര്യമില്ല, കാരണം അവർ ടീച്ചറാണ്. हम एक टीचर की वेशभूषा में नाटक कर सकते हैं, पर जो एक असली टीचर है उसको नाटक करने की जरूरत नहीं, क्योंकि वो वास्तव में टीचर है। ഒരു പോലീസുകാരന്റെ വേഷം എടുക്കണമെങ്കിൽ പോലീസ് യൂണിഫോം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നാടകങ്ങളൊക്കെ അഭിനയിക്കത്തില്ലേ, സിനിമയ്ക്കകത്തൊക്കെ അഭിനയിക്കത്തില്ലേ? ആ വേഷങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ അഭിനയിക്കണം. എന്നാൽ ഒരു യഥാർത്ഥ പോലീസ് ഓഫീസർ അഭിനയിക്കേണ്ട കാര്യമില്ല. ഹി ഈസ് എ പോലീസ് ഓഫീസർ. एक पुलिस वाले का अभिनय करने के लिए, जैसे फिल्मों में किया जाता है, नाटकों में किया जाता है, पुलिस वाले की वर्दी किराए पर ली, उसको पहना और अभिनय किया, नाटक किया। पर जो असली पुलिस अफसर है उसको नाटक करने की जरूरत नहीं, क्योंकि वो वास्तव में एक पुलिस अफसर है। അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ദൈവ പൈതലായിട്ട് അഭിനയിക്കേണ്ട കാര്യമില്ല, കരുണ കാണിക്കാൻ അഭിനയിക്കേണ്ട കാര്യമില്ല, ദയോടുകൂടി സംസാരിക്കുവാൻ അഭിനയിക്കേണ്ട കാര്യമില്ല, പലതും മറച്ചു വെച്ച് ജീവിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെയാണ്, നമ്മളെ അങ്ങനെ ദൈവം ആക്കിയിരിക്കുകയാണ്. बिल्कुल इसी तरह से अगर हम वास्तव में परमेश्वर की संतान हैं तो हमें नाटक करने की जरूरत नहीं है, दया दिखाने का नाटक करने की, करुणा करने का नाटक करने की, कुछ छिपाने की जरूरत नहीं है, क्योंकि हम वास्तव में ऐसे ही हैं। പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥന അഭിനയിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിക്കുവാന്റെ കോണം പ്രത്യേക സ്വരവും ശൈലിയും വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി വി ആർ ദ ബീയിങ്സ് ഓഫ് അവർ പ്രേയേഴ്സ്. प्रार्थना के लिए प्रार्थना करने का नाटक या दिखावा करने की जरूरत नहीं है। प्रार्थना करते समय अपनी आवाज को, अपने सुर को बदलने की एक खास शैली में प्रार्थना करने की जरूरत नहीं है। क्यों? क्योंकि हमें प्रार्थना करने वालों के रूप में ही बनाया गया है। ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകിയാൽ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. लूका 6:36 में लिखा है, जैसा तुम्हारा पिता दयावंत है वैसे ही तुम भी दयावंत बनो। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം ഒന്ന് ശോധന ചെയ്യണം. ഞാൻ മനസ്സലിവുള്ളവനാണോ, മനസ്സലിവുള്ളവളല്ലയോ? मुझे सुनने वाले भाइयों और बहनों, इस वचन को सुनते समय अपने आप को एक बार जांच कर देखें कि क्या मैं दया करने वाला हूं, क्या मैं दया करने वाले हूं या नहीं। യാക്കോബിന്റെ ലേഖനം 2:13 പറയുന്നു, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. याकूब 2:13 में लिखा है, जो दया नहीं करता उसका न्याय बिना दया के होगा। നമ്മൾ ശ്രദ്ധിച്ചേ, കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഇവിടെ പറയുന്നു കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന്. प्रभु कहता है जो दयावंत है उस पर दया की जाएगी। अब याकूब में वचन कहता है जिसने दया नहीं की उसका न्याय बिना दया के होगा। ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, നിത്യ നരകത്തിൽ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും ഒരുപക്ഷെ നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. मैं एक सच्चाई पर विश्वास करता हूं, शायद अनंत नरक में भी हम कई लोगों को इस वचन को पढ़ते हुए देखेंगे। അവിടെ നരകത്തിൽ, നിത്യ നരകത്തിൽ ദൈവവചനം മുഴുവനും പഠിച്ചിരിക്കുന്നവരും ജീവിതകാലം മുഴുവനും പ്രസംഗിച്ച പലരെയും ഒരുപക്ഷെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടരുത്, നിങ്ങൾ ആരെങ്കിലും അവിടെ എത്തുകയാണെങ്കിൽ. अगर आप में से कोई अनंत नरक में पहुंचता है तो वहां पर ऐसे लोगों को देखकर चौंक मत जाना, जिन्होंने पूरे वचन को सीख रखा है, जिंदगी भर वचन का प्रचार किया है। അനേക പാട്ടുകൾ പാടി കയ്യടി നേടിയവർ അവിടെ ഉണ്ട്. അനേകരെ പ്രസംഗിച്ച് കയ്യടി നേടിയവര് നിത്യ നരകത്തിൽ അവസാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. बहुत से गीत गाकर वाहवाही लूटने बटोरने वाले, बहुत से प्रचार करके वाहवाही बटोरने वाले कईयों को हम उस अनंत नरक में देख पाएंगे। കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വായിൽ മാത്രമേ വചനമുണ്ടായിരുന്നുള്ളൂ, അവരുടെ പാട്ടുകളിൽ മാത്രമേ വചനമുണ്ടായിരുന്നുള്ളൂ, അവരുടെ ഹൃദയത്തിൽ ദൈവവചനം ഇല്ലായിരുന്നു. इसका कारण ये है कि वो गीत सिर्फ उनके मुंह में थे, वो वचन सिर्फ उनके मुंह में थे, वो परमेश्वर का वचन उनके दिल में नहीं था।
ദൈവം ഭൂമിയിൽ അവർക്ക് കൊടുത്ത ആയുസ് അവർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ജീവിച്ചു, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ദൈവത്തെ മറയാക്കി, വചനത്തെ മറയാക്കി, സ്വന്തം ആഗ്രഹങ്ങൾക്കും സ്വന്തം ലബ്ധികൾക്കും വേണ്ടി അവർ ജീവിച്ചു. परमेश्वर ने इस दुनिया में जो जिंदगी उनको सौंपी थी, वो जिंदगी उन्होंने अपनी मर्जी से बिताई, अपने सुखों के लिए अपनी जिंदगी बिताई, परमेश्वर को आगे रखकर उसका दिखावा करते हुए अपनी सुख सुविधा के लिए जिंदगी बिताई। സഹോദര സഹോദരി, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു വലിയ കണക്ക് പുസ്തകത്തിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ടാ വിളിച്ചിരിക്കുന്നത്. भाइयों और बहनों, आपको परमेश्वर ने जब बुलाया है तो एक हिसाब की पुस्तक में आपका नाम लिखने के बाद आपको बुलाया है। നീ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ ദൈവം എഴുതി വെക്കുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ച ഏതൊക്കെ കാര്യങ്ങൾ നീ ചെയ്തു തീർത്തു, എങ്ങനെ ചെയ്തു തീർത്തു എന്ന്. उसमें परमेश्वर ने ये लिख कर रखा है कि आपको क्या क्या काम इस दुनिया में करना है, और उसके सामने वो ये भी लिख रहा है कि क्या क्या काम आपने कर दिया है, क्या क्या काम अभी आपको करना है। ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, and whomsoever much is given of him shall be much required. അധികം കൊടുത്തിരിക്കുന്നവനോട് ദൈവം അധികമായി ആവശ്യപ്പെടും. बाइबल कहती है जिसको ज्यादा मिला है उससे ज्यादा मांगा जाएगा। അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുണ്ട് നമ്മുടെ ചുറ്റും. കർത്താവിന്റെ ദൂതന്മാർ നോക്കുന്നുണ്ട്, പിശാചിന്റെ ദൂതന്മാർ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചെയ്തികളും, നമ്മുടെ ഓരോ ഇന്റൻഷൻസിലും, പരസ്യമായിക്കൊള്ളട്ടെ രഹസ്യമായിക്കൊള്ളട്ടെ, ഇതിന്റെയൊക്കെയും റെക്കോർഡുകൾ ആ നിമിഷങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. और हमें बहुत ही सावधान रहना है कि हर समय हमें देखने वाली आंखें हमारे चारों ओर हैं। प्रभु के स्वर्गदूत हमें देख रहे हैं, शैतान के दूत भी हमें देख रहे हैं। हमारे काम और हमारी सोच, वो चाहे एकांत में हो या सबके सामने हो, इन सब का रिकॉर्ड रखा जा रहा है। നമ്മുടെ നാം ജോലി ചെയ്യുന്നിടത്ത് ഒരു CCTV വെച്ചിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് സർക്യൂട്ട് TV വെച്ചിട്ടുണ്ടെങ്കിൽ, CCTVയുടെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവര് ക്യാമറ ഇല്ലാത്തടത്ത് ജോലി ചെയ്യുന്ന പോലെ ആയിരിക്കുമോ ജോലി ചെയ്യുക? हम जिस जगह पे काम करते हैं वहां पे अगर सीसीटीवी लगा हुआ है, तो जो लोग सीसीटीवी के नीचे बैठकर काम करते हैं, उनका काम करना क्या उन दूसरे लोगों जैसा ही होता है जहां पे कोई सीसीटीवी नहीं होता? ക്യാമറ ഇല്ലാത്തടത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ചിരിയും ബഹളവും തമാശയും ഒക്കെ പറയും, ഇഷ്ടം പോലെ എഴുന്നേറ്റ് പോകും, ഇഷ്ടം പോലെ ഇരിക്കും, ഇഷ്ടം പോലൊക്കെ ചെയ്യും. പക്ഷേ ബോസ് നോക്കിക്കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നു, ക്യാമറ എവിടെ ഉണ്ട്, അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കും എപ്പോഴും. अगर कैमरा नहीं है तो वहां पे हंसी मजाक चलता रहेगा, मर्जी से काम होगा, मर्जी आई उठ के चले गए, मन किया वापस आके बैठ गए। लेकिन अगर कैमरा लगा हुआ है और आपको पता है कि बॉस कैमरे में देख रहा है या रिकॉर्डिंग हो रही है, तो फिर आपका काम करने का अंदाजा अलग होगा। വെറും സൃഷ്ടിയായ മനുഷ്യന്റെ കയ്യിൽ ഇത്രമാത്രം ടെക്നോളജി ഉണ്ടെങ്കിൽ, ഇതൊക്കെ കണ്ടുപിടിക്കുവാനും ഇതൊക്കെ ചെയ്യുവാനും തക്കവണ്ണമുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ, അവനെ സൃഷ്ടിച്ച സർവശക്തന്റെ കയ്യിൽ എന്തൊക്കെ ടെക്നോളജി കാണുമെന്ന് ഭാവനയിൽ മാത്രം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി സഹോദര സഹോദരി. अगर इंसान के पास में इतनी तकनीक है कि वो इंसानों की निगरानी कर सकता है, ये सब रिकॉर्ड कर सकता है, तो आप सोच के देखिएगा, सिर्फ कल्पना करना काफी है कि उस इंसान को बनाने वाले सृष्टिकर्ता के पास कितनी बड़ी तकनीक होगी। 24 മണിക്കൂറും സ്വർഗത്തിന്റെ ക്യാമറയുടെ കീഴിലാണ് നീയും ഞാനും ജീവിക്കുന്നത്. 24 घंटे मैं और आप स्वर्ग के कैमरों की निगरानी में जी रहे हैं। കർത്താവിന്റെ വചനം പറയുന്നു, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. प्रभु कहता है जिसने दया नहीं की उसका न्याय बिना दया के होगा। ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, അവിടുന്ന് ന്യായവിസ്താരത്തിന്റെ നടുവിൽ നമുക്കെതിരെയുള്ള വിസ്താരം നടത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആർക്കും പറയുവാൻ കഴിയുകയില്ല, അല്ല കർത്താവെ അങ്ങനല്ല, എന്റെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. प्रभु के सामने जब हम खड़े होंगे, जब प्रभु के सामने न्याय के लिए हम खड़े होंगे, तो हम में से कोई ये नहीं कह सकता कि प्रभु नहीं, ऐसा नहीं था, मेरा इरादा या मेरा उद्देश्य ऐसा नहीं था। ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ഭിത്തിയിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമെന്ന്. मुझे लगता है हबक्कुक 2:11 में लिखा है कि दीवार में का पत्थर पुकार कर गवाही देगा और जो लकड़ी के काम में से लकड़ी वो जवाब देगी।
അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ ഏതെങ്കിലും ഒരു മുറിയിൽ നിന്ന് കണ്ടത്, കേട്ടത്, ചിന്തിച്ചത് ഇതൊക്കെയും നമ്മൾ വിചാരിക്കും നമ്മൾ രഹസ്യത്തിലാണെന്ന്. പക്ഷെ ആ മുറിയുടെ ഭിത്തി പോലും നമുക്കെതിരെ സാക്ഷി നിൽക്കും. അതുപോലെ നാം സംസാരിച്ച വാക്കുകൾക്ക് ജീവനില്ലാത്തവ പലതും സാക്ഷ്യം ദൈവസന്നിധിയിൽ പറയുന്ന ഒരു സമയം വരുന്നു. इसका मतलब ये है कि हम बहुत बार कमरे के अंदर बैठकर जो कुछ बोलते हैं, सुनते हैं, देखते हैं, हमें लगता है किसी को पता नहीं है, पर हमारे जो दीवार जो हमारे चारों ओर है निर्जीव है, और जो निर्जीव वस्तुएं हमारे चारों ओर है, वो एक दिन हमारे खिलाफ गवाही देंगी। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരൂശലേമിലേക്ക് വരുന്ന സമയം ആ ഹോശന്ന പെരുന്നാളിന്റെ നാളിൽ കുഞ്ഞുങ്ങളും പുരുഷാരവും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടുമ്പോൾ പരീശന്മാരും സദൂക്യരും വന്ന് കർത്താവിനോട് പറയുന്നുണ്ട്, ഈ ഗുരു ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു എന്തെന്നറിയാമോ? ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും. നിർജീവമായ വസ്തുക്കളെ കൊണ്ട് സംസാരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. यरूशलेम में जब प्रभु यीशु होसन्ना पर्व के समय प्रवेश करता है, तो वहां पर भीड़ और बच्चे चिल्ला चिल्ला कर कहते हैं प्रभु की होसन्ना। जब वो बोलते हैं तो शास्त्री और फरीसी आकर कहते हैं कि इन्हें चुप करवा। तब प्रभु ये कहता है कि अगर ये चुप रहेंगे तो पत्थर चिल्ला उठेंगे, यानी निर्जीव वस्तुएं चिल्ला उठेंगी, बोल पड़ेगी। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് ദൈവസന്നിധിയിൽ അഭിനയിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ സകലത്തിന്റെയും റെക്കോർഡുകൾ സ്വർഗത്തിലുണ്ട്. ഞാൻ വ്യക്തിപരമായി ഇങ്ങനെ വിശ്വസിക്കുന്നു, നമ്മുടെ മെമ്മറി പോലും നമ്മുടെ ഇന്റൻഷൻസ് പോലും റെക്കോർഡ് ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ചിപ്പ് നമ്മുടെ ബ്രെയിനിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. इसलिए मेरे भाई और बहनों, हम प्रभु के सामने दिखावा या नाटक नहीं कर सकते हैं। जो कुछ हम करते हैं, सोचते, बोलते, वो सब रिकॉर्ड हो रहा है। और मेरा व्यक्तिगत मानना ये है, मेरा विश्वास ये है कि प्रभु ने हमारी याददाश्त या हमारे इरादों को भी रिकॉर्ड करने के लिए एक चिप हमारे मस्तिष्क में, दिमाग में लगा रखी है। അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയാം? നമുക്കറിയാം ഈ ചെറിയ മൈക്രോ ചിപ്പുകളൊക്കെ ഉണ്ട്. റെക്കോർഡിങ്ങിനകത്തൊക്കെ ആ മൈക്രോ ചിപ്പ് കയറ്റിയിട്ട് സകലതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പ്ലെയറിന്റെ അടുത്തേക്ക് ഈ ചിപ്പ് എടുത്തിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്ത് എത്രമാത്രം റെക്കോർഡിംഗ് ഉണ്ടോ അതൊക്കെ പ്ലേ ചെയ്ത് സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിയും. और मैं ये इसलिए कह रहा हूं क्योंकि छोटी सी एक चिप में बहुत कुछ रिकॉर्ड किया जाता है, और उसको उस यंत्र के पास में लाकर उस चिप को लगाओ, जो कुछ उसके अंदर है उस सब को प्ले किया जा सकता है, जो कुछ उसमें है वो देखा जा सकता है। മനുഷ്യൻ ഇതിന് ബുദ്ധി കൊടുത്ത ദൈവത്തിന് ബുദ്ധിയില്ലെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? നമ്മളൊക്കെയും വലിയ വിദ്വാൻമാരാണെന്ന് ദൈവത്തിനറിയാം. ദൈവസന്നിധി ചെന്ന് നമ്മൾ ഒരു കാര്യം സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങനല്ലായിരുന്നു, ഞാൻ ഇങ്ങനായിരുന്നു, ഞാൻ അങ്ങനല്ല ചിന്തിച്ചതെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഒരു പക്ഷേ കർത്താവ് പറയും, നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ എന്ന് പറയുന്ന സമയം അതിൽ നമ്മുടെ ബ്രെയിനിലുള്ള ആ ചിപ്പ് നമുക്കെതിരെ നേരെ മുമ്പിൽ പ്ലേ ചെയ്ത് കാണിക്കും. നമുക്ക് ആർക്കും നോ എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതം കർത്താവ് വെളിപ്പെടുത്തുന്ന നാൾ വരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. इंसान को इतनी बुद्धि देने वाले प्रभु के बारे में क्या आपको लगता है कि उसको इतनी भी उसके अंदर बुद्धि नहीं होगी? मैं ये जब कह रहा हूं तो आप सोच के देखिएगा, हम प्रभु के सामने, प्रभु बहुत अच्छी तरह से जानता है कि हम कुछ ज्यादा ही तेज लोग हैं, बुद्धिमान लोग हैं। तो प्रभु जब भी हम प्रभु से कहेंगे कि नहीं प्रभु मैंने तो ऐसा नहीं किया या ऐसा नहीं था, तो प्रभु बोलेगा थोड़ा सा इधर होके खड़ा हो। जब आप इधर होके खड़ा होंगे तो जो चिप हमारे अंदर लगी है वो बिल्कुल सामने आपको दिखाएगा, जो कुछ हुआ था, जब हुआ था, जैसे हुआ था, और हम में से कोई भी मना नहीं कर पाएगा कि ये नहीं हुआ। ഞാൻ ഇങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. അതങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുമ്പോ തന്നെ ഇടയ്ക്കിടയ്ക്ക് കിച്ച് കിച്ച് കിച്ചാന്ന് ശബ്ദം കേൾക്കും. അവിടെയൊക്കെ റെക്കോർഡ് മാഞ്ഞു പോയേക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാമല്ലോ, പഴയ VCRലൊക്കെ ഈ കാസറ്റ് കയറ്റിയിട്ട് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിച്ച് കിച്ചാന്ന് പറഞ്ഞിട്ട് പിക്ചർ വരാതിരിക്കും. കാരണം അത് ഡിലീറ്റ് ആയി പോയതാ. അതുപോലെ നമ്മുടെ ഈ ചിപ്പ് കാണുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ആയിട്ട് പോകുന്ന രംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. मेरा ये भी मानना है, मेरा ये भी विश्वास है कि जब उस चिप को प्रभु चलाएगा तो बीच बीच में किच 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 की आवाज आएगी, यानी कुछ जगह पर कुछ चीजें डिलीट हो जाएंगी, मिट जाएंगी। क्योंकि हम जानते हैं पुराने तब जमाने में जब हम VCR वगैरह देखा करते थे, कैसेट देखते थे, उसके अंदर कुछ जगहों पर किच किच की आवाज आती थी, कुछ दृश्य डिलीट हो जाते थे। तो ऐसा ही उस समय भी होगा। കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു ചില സമയത്ത് മാനസാന്തരം ഉണ്ടായി ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ തിരുരക്തത്തിൽ എന്നെ കഴുകണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് അത് ക്ഷമിക്കുമ്പോൾ അത്രയുടെ ഡിലീറ്റ് ആയിട്ട് പോകും. ആ ക്ഷമിക്കാത്ത പാപങ്ങൾ അവിടെ കാണിക്കും. സഹോദരങ്ങളെ, ഇത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഇത് സംഭവിക്കുമെന്ന്.
और मैं ये इसलिए कह रहा हूँ क्योंकि जब जब हमारे अंदर मन फिराव आया, हमने प्रभु से माफी मांगी तो उन पापों को प्रभु माफ कर देता है। उतने पाप उतनी जगह वो डिलीट हो गया। जिन पापों की हमने माफी नहीं मांगी, जिनकी माफी हमें नहीं मिली, वो पाप वहां पे वो दिखाया जाएगा। और मेरा विश्वास है परमेश्वर के जनों, भाई और बहनों, ये होने का दिन आ रहा है। അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ റെക്കോർഡ് ഇങ്ങനെ കാണിക്കുമ്പോ എല്ലായിടത്തും കിച്ച് 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 കിച്ചാന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കണ്ടില്ലെങ്കിൽ ഒരു കാര്യം അറിയാം, ഈ മനുഷ്യൻ എന്നും പാപത്തിൽ തന്നെ ജീവിച്ച മനുഷ്യനാ, കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രം ജീവിച്ചു വന്നു. और अगर आप इस तरह से सोच के देखिए, अगर पूरी उस रील के अंदर किच 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 की आवाज आ रही है तो इसका मतलब क्या है? इसका मतलब ये है कि वो आदमी हर समय पाप में ही था, पर सिर्फ प्रभु के अनुग्रह के कारण जिया। എന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? ആ കിച്ച് കിച്ച് എന്നുള്ളത് എത്രമാത്രം ഇല്ലാതാക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം ആത്മീയമായി ഞാൻ ജയിച്ചിരിക്കുന്നു എന്നെനിക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും. मेरी जिंदगी का मेरा विश्वास ये है कि जितना मेरी जिंदगी में वो किच किच नहीं होगा, मैं इस तरह से अपनी जिंदगी जीना चाहता हूँ कि वो जितना हो सके उतना कम मेरी जिंदगी में होने पाए। അതങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തെ നാം അനുസരിക്കേണ്ടിയിരിക്കുന്നു. और अगर ऐसा होना है तो उसके लिए हमारे लिए इस वचन को मानना जरूरी है। വചനത്തെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. वचन का भय मानना जरूरी है। തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇനി ആ തെറ്റിലേക്ക് വീഴാതിരിക്കാനുള്ള കൃപ തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. अगर गलती होती है तो गलती को प्रभु के सामने मानना है, रो रो कर प्रभु से अनुग्रह मांगना है कि प्रभु अब से मैं फिर उस गलती में न गिरने पाऊं। ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കേട്ട വചനം ഇതാണ്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. और हमने इस याकूब में पढ़ा कि जो दया नहीं करता है उसका न्याय बिना दया के होगा। മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു അനുഭവം കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. मत्ती के सुसमाचार 18वें अध्याय में प्रभु एक अनुभव को बताता है। അതിന്റെ 18-33 ഇങ്ങനൊരു വാക്യം എഴുതിയിരിക്കുന്നു, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. 18 के 33 में लिखा है, इसलिए जैसे मैंने तुझ पर दया की वैसे ही क्या तुझे भी अपने संगी दास पर दया करना नहीं चाहिए था। ഇന്ന് പഠിക്കുന്ന വാക്യം എന്തെന്ന് ഓർമ്മയുണ്ടല്ലോ സഹോദരങ്ങളെ? കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കുമെന്നുള്ളതാ. भाइयों, आज जो वचन हम सीख रहे हैं वो आपको याद होगा कि जो दयावंत है उस पर दया की जाएगी। ഇവിടെ കർത്താവ് പറഞ്ഞ വാക്യമാണ് 33-ൽ നമ്മൾ വായിച്ചത്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. यहाँ 33वें वचन में प्रभु कहता है, जैसे मैंने तुझ पर दया की वैसे ही क्या तुझे भी अपने संगी दास पर दया करना नहीं चाहिए था। കഥ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പല ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന സംഭവം. और इस कहानी को हम जानते हैं, पिछले दिनों में कई बार हम इस घटना के बारे में सुन चुके हैं। ഒരു രാജാവ് തനിക്ക് കടം തരുവാനുള്ള, പൈസ തരുവാനുള്ള പലരുടെയും ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു വലിയ കടം തരാനുള്ള ഒരു ദാസന്റെ പേര് കണ്ടു. एक राजा ने जब अपने कर्जदारों के नामों की सूची जब देखी तो एक दास उसको नजर आया जिस पर बहुत बड़ा कर्जा था। 10,000 താലന്ത് രാജാവിന് കൊടുക്കുവാനുള്ള ഒരു ദാസന്റെ പേരാണത്. 10,000 तोड़े का उसने राजा से कर्ज ले रखा था, उस दास का नाम लिखा था। നമുക്കറിയാം, ഈ ഉപമ പറയുന്നത് ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ്. പത്രോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന്. 7 പ്രാവശ്യം മതിയോ എന്ന് ചോദിച്ചു. हम जानते हैं कि ये दृष्टांत प्रभु एक सवाल के जवाब में बताता है, जहां पे पतरस ये पूछता है कि मैं अपने भाई को कितनी बार माफ करूं, क्या 7 बार करना काफी है। അപ്പൊ കർത്താവ് പറഞ്ഞു, 7 പ്രാവശ്യമല്ല, 7 70 പ്രാവശ്യം, അതായത് കുറഞ്ഞപക്ഷം 490 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ക്ഷമിക്കണമെന്ന്. तो प्रभु ये कहता है 7 बार नहीं, 7 का 70 गुना, कम से कम एक दिन में 490 बार माफ करना है। അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി എണ്ണി വെക്കരുത്. അങ്ങനെയല്ല, ഒരു കർത്താവ് ഒരു സിംബോളിക് വേയിൽ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ മൊത്തമായി ക്ഷമിച്ചിരിക്കണമെന്ന് അതിന്റെ അർത്ഥം. पर इसका मतलब आप उसको गिन के मत रखिएगा कि इतनी बार ही करना है। प्रभु ने एक प्रतीक के रूप में बताया, यानी इसका मतलब प्रभु कह रहा है हमें सब कुछ माफ करना है। ഇവിടെ നമ്മൾ കണ്ടു 10,000 താലന്ത് കടം കൊടുക്കുവാനുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ $9.25 മില്യൺ എന്നാ. എന്ന് പറഞ്ഞാൽ $92,50,000 കടം. ഇറ്റ്സ് എ ഹ്യൂജ് സം ഓഫ് മണി ഹി ഓവ്ഡ് ഹിം. और अगर इस 10,000 तोड़े को हम देखें तो वो जो आता है $92,000 करोड़ का डॉलर का जो है, वो उतना बड़ा एक कर्जा इसके ऊपर आता है।
അവിടെ ആ മനുഷ്യൻ കരയുമ്പോൾ രാജാവിന്റെ സന്നിധി ചെന്ന് മാപ്പ് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവ് ഒരു പൈസ പോലും ബാക്കിയില്ലാതെ എല്ലാം അവന് ക്ഷമിച്ചു കൊടുത്തു, ഇളച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. पर जब वो राजा के सामने जाकर रोता है, गिड़गिड़ाता है, तो हम देखते हैं कि राजा उसका पूरा का पूरा कर्ज माफ कर देता है। അവൻ എന്ത് ചെയ്തു? ഞാനത് ചുരുക്കമായിട്ട് പറയുക, 5-8 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. मैं संक्षेप में बता रहा हूँ, बस 5-7 मिनट में मैं वचन को रोकना चाहता हूँ। രാജാവ് അവനെ ക്ഷമിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഒന്നും തരണ്ട, ഇത്രയും വലിയ ഒരു കടം ഒന്നും തരണ്ട എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. राजा उससे कहता है तुझे कुछ भी चुकाने की जरूरत नहीं, इतना बड़ा उसका कर्जा राजा पूरी तरह से माफ कर देता है। അവൻ എത്ര സന്തോഷത്തോടായിരിക്കും അവിടം വിട്ടു പോയ, കോടതി വിട്ടു പോയതെന്ന് ഓർത്തു നോക്കിയേ. आप सोच के देखिए कितना खुश होकर वो उस कचहरी से बाहर निकला होगा। അവന്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അവന്റെ മക്കളുടെ തലമുറകൾ മുഴുവനും അധ്വാനിച്ചാലും ഈ പണം തിരിച്ചു കൊടുക്കാൻ അവന് കഴിയുമായിരുന്നോ? अगर वो अपनी पूरी जिंदगी मेहनत करता, अगर उसके बाल बच्चे जिंदगी भर मेहनत करते, तो भी क्या वो अपना कर्जा चुका सकता था? അങ്ങനെ സന്തോഷത്തോടെ പാട്ടും പാടി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു ദാസനെ ഈ മനുഷ്യൻ കണ്ടു. തനിക്ക് വെറും 100 വെള്ളിക്കാശ് തരാനുള്ള ഒരു കടക്കാരനെ വഴി വെച്ച് കണ്ടു. तो जब वो खुशी के मारे गुनगुनाता हुआ वहां से निकल रहा था, तब उसने एक और दास को देखा जिसने इससे 100 दिनार का कर्ज लिया था। ആ സൗദിനാറിന്റെ കാര്യം ഇവിടെ പറയുന്നത് എത്രയെന്ന് വെച്ചാൽ വെറും $15. और 100 दिनार का हिसाब अगर देखे तो वो क्या, सिर्फ $15। $92,50,000 ക്ഷമിച്ച് കിട്ടിയവൻ വെറും $15 തനിക്ക് കിട്ടുവാനുള്ളവന്റെ കഴുത്തിന് കയറി പിടിച്ചു. 92,50,000 जिसका कर्ज माफ हुआ, उसने सिर्फ $15 के कर्ज वाले को गले से पकड़ लिया। ഈ $15 കൊടുക്കാനുള്ളവൻ നിലവിളിച്ചിട്ട് പറഞ്ഞു, ദാസ് എന്നെ വിട് സാറേ, ഞാൻ എങ്ങനെങ്കിലും ഈ $15 തന്നു തീർക്കാന്ന് പറഞ്ഞു. സമ്മതിക്കാതെ അവനെ പിടിച്ച് പോലീസിൽ കൊടുത്തു, അവര് ജയിലിൽ അടച്ചു. जिसने $15 चुकाना था वो रो रो के कहता है मुझे माफ करो, मैं किसी न किसी तरह ये कर्जा चुका दूंगा, पर उसने नहीं सुनी। वो पुलिस वालों को बुलवा लेता है, पुलिस वाले उसको जेल में डाल देते हैं। ഇവിടെ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. ഈ ആദ്യത്തെ അവൻ രാജാവിനോട് പറഞ്ഞതുപോലെയല്ല രണ്ടാമത്തവൻ ഇവനോട് പറഞ്ഞത്. ആദ്യത്തെ അവൻ രാജാവിനോട് പറഞ്ഞു തന്നു തീർക്കാമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ രണ്ടാമത്തെ മനുഷ്യൻ $15 തിരിച്ചു തരാമെന്ന് പറഞ്ഞതിനകത്ത് സത്യമുണ്ട്. കാരണം അവൻ ശ്രമിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. जिस पर 10,000 तोड़े का कर्ज था, उसने राजा से कहा कि मैं सब कुछ चुका दूंगा, पर वो झूठ था, क्योंकि वो जिंदगी भर मेहनत करके भी नहीं चुका सकता। पर दूसरे वाला जिस पर $15 का कर्ज है, उसने जब कहा मैं चुका दूंगा, तो वो सच बोल रहा था, क्योंकि उसको पता है कि वो मेहनत करेगा तो वो कर्ज चुका सकता है। പക്ഷേ നോക്കിയേ, അവൻ കരുണ കാണിക്കാതെ ജയിലിൽ അവനെ അടച്ചതായിട്ട് വചനം പറയുന്നുണ്ട്. और आप सोच कर देखिए, ये वचन कहता है इसने उस पर दया नहीं की, उसको जेल में बंद करवा दिया। ഈ വിഷയം ഇത് കണ്ടു നിന്നവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു. अब जो लोग देख रहे थे इस घटना को, उन्होंने जाके राजा को बताया। ഇനി 32 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദേവദാസൻ ഒന്ന് വായിച്ചേ, 32 മുതൽ 35 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. अब 32 से 35 तक के वचन हम पढ़ के देखेंगे। इसलिए तब उसके स्वामी ने उसको बुलाकर उससे कहा, हे दुष्ट दास, तूने जो मुझसे विनती की तो मैंने तेरा वह पूरा कर्ज क्षमा कर दिया। इसलिए जैसे मैंने तुझ पर दया की, वैसे ही क्या तुझे भी अपने संगी दास पर दया करना नहीं चाहिए था? और उसके स्वामी ने क्रोध में आकर उसे दंड देने वालों के हाथ में सौंप दिया कि जब तक वह सब कर्ज भर न दे तब तक उनके हाथ में रहे। इसी प्रकार यदि तुम में से हर एक अपने भाई को मन से क्षमा न करेगा, तो मेरा पिता जो स्वर्ग में है तुमसे भी वैसा ही करेगा। കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. जिसने दया नहीं की उसका न्याय बिना दया के होगा। ഇവിടെ നമ്മൾ കണ്ടത് എന്ന് ചോദിച്ചാൽ, ആ കടം എത്രമാത്രം ക്ഷമിച്ചു, ആ കടം മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് കൊടുത്തു പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇത് തന്നു തീർക്കാതെ ഇനി നീ വെളിയിൽ പോകാൻ പാടില്ല. और यहाँ हम ये देखते हैं कि जितना कर्जा माफ कर दिया था वो फिर से उस पर लाद दिया गया और कहा जब तक तू पाई पाई चुका नहीं देगा तब तक तू जिंदगी भर वापस बाहर नहीं आएगा। നിങ്ങൾ പറ, എത്ര കാലം അയാൾ ആ ജയിലിനകത്ത് കിടക്കും? അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ പറ്റുമോ? आप सोच कर देखिए वो कब तक जेल में रहेगा? क्या अपनी जिंदगी में कभी भी वो कर्जा चुका पाएगा? കർത്താവ് നമ്മളോട് ക്ഷമിച്ചു തന്ന നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും നമ്മുടെ മേൽ തിരിച്ചിടുകയാണെങ്കിൽ നമ്മൾ എത്ര കാലം നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കും. आप सोच के देखिए, हमारे जिन कमियों को, जिन पापों को प्रभु ने माफ कर दिया, अगर फिर से वो हम पर वो वापस लाद दे तो कितना समय हमें नरक में दंड भोगना पड़ेगा। നമുക്കൊരിക്കലും സ്വർഗത്തിലെത്തുവാൻ കഴിയുകയില്ല. അനന്തയുഗം നിത്യ നരകത്തിൽ കിടക്കേണ്ടതായിട്ട് വരും.
अगर ऐसा हुआ तो हम कभी भी स्वर्ग में नहीं पहुंच पाएंगे, अनंत काल तक हम नरक में पड़े रहेंगे। Because of only one reason, you haven't forgiven your brother and your sister. सिर्फ एक कारण से, और वो कारण ये है कि आपने अपने भाई को, अपनी बहन को माफ नहीं किया। എന്നെ കേൾക്കുന്ന ദൈവദാസ, ദൈവദാസി, സഹോദര, സഹോദരി, സഹസൃഷ്ടികളോട്, വീട്ടിലുള്ളവരോട്, കൂട്ടുദാസന്മാരോട്, നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവരോട്, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുടെ പേരിൽ, നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ നീ പിണങ്ങുമ്പോൾ, അവർക്കെതിരെ ന്യായം വിധിക്കുമ്പോൾ, അവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ, ഇത് ഓർക്കുക, നിന്നെ വിധിക്കുന്ന ഒരു ദൈവം ഉന്നതങ്ങളിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. मुझे सुनने वाले परमेश्वर के दास, परमेश्वर की दासी, मेरे भाई और मेरी बहन, जब आप अपने साथी लोगों के साथ, अपने संगी दासों के साथ में, अपने आसपास के लोगों के साथ में छोटी छोटी गलत फहमियों के नाम पर, छोटी छोटी बातों पर जब आप उन पर गुस्सा होते हैं, जब आप उनको दोषी ठहराते हैं, जब आप उनको माफ नहीं करते, तो एक बात सोच कर रखिएगा, ये सारी की सारी बातें वो सर्वोच्च परमेश्वर आपके बारे में रिकॉर्ड कर रहा है। ഈ വചനമൊക്കെ പഠിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങിയത്. इन वचनों को जब मैंने सीखना शुरू किया, तब मेरी जिंदगी में एक बदलाव आना शुरू हुआ। ഇന്നത്തെ രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കർത്താവ് തന്റെ വചനത്തിന്റെ വെളിച്ചം തന്നുകൊണ്ടിരിക്കുക. आज की इस रात को परमेश्वर अपने वचन की रोशनी आपकी जिंदगी में डाल रहा है। ഈ ലോക ജീവിതം ക്ഷണികമാണ് സഹോദര, സഹോദരി. കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള ജീവിതം, അത് നമ്മൾ മറന്നു പോകരുത്. भाइयों और बहनों, हमारी इस दुनिया की जिंदगी पल भर की है, ये ना भूलिएगा कि बहुत छोटी सी है हमारी इस दुनिया की जिंदगी। നമ്മുടെ ചുറ്റുപാടും കണ്ണുനീരുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, അവരൊരു ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുക. हमारे चारों ओर आंसुओं में जीने वाले बहुत सारे लोग हैं, वो एक थोड़ी सी दिलासा के इंतजार में है। ഈ ലോകത്തിലെ അന്ധകാരത്തിന്റെ മധ്യത്തിൽ വിളക്കുകളായിട്ട് നമ്മളെ അവിടെ ഇവിടെയും ദൈവം വെച്ചിരിക്കുക. इस दुनिया के अंधकार के बीच में परमेश्वर ने अपने दीपकों के रूप में, दियों के रूप में, अपनी रोशनी के रूप में अलग अलग जगहों पर हमें रखा है। അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 1 मिनट में परमेश्वर के वचन को मैं समाप्त करना चाहता हूँ। ഞാൻ ഇങ്ങനെ ഒരു സംഭവം വായിക്കുവാനിടയായി. मैंने एक घटना को इस तरह से पढ़ा। എമ്മ ബംബക്ക് എന്ന് പറഞ്ഞ ഒരു സഹോദരി, അദ്ദേഹം അവരുടെ എഴുത്തുകാരിയാണ്. അവരുടെ ഒരു അനുഭവം അവർ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. एमा बम्पक एक लेखिका है, उन्होंने अपने अनुभव को लिखा और मैंने उसे पढ़ा। ഒരു ദിവസം അവർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കാത്ത് എയർപോർട്ട് ലോഞ്ചിലിരിക്കുക, ഫ്ലൈറ്റിന്റെ സമയത്തിന് വേണ്ടി ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ. एक दिन वो हवाई जहाज के इंतजार में, वो दरवाजा खुलने के इंतजार में हवाई अड्डे के लाउंज में बैठी थी। അവരൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. एक किताब को वो पढ़ रही थी തൊട്ടടുത്തൊരു പ്രായമായ സ്ത്രീ വന്നിരുന്നു. और उनके पास में ही एक बुजुर्ग महिला आकर बैठी। ആ പാവപ്പെട്ട സ്ത്രീ ഇങ്ങനെ പറയുകയാണ്, ഇവരോട് പറയുകയാണ്, ഒരു പക്ഷേ അവിടെ ഇപ്പൊ നല്ല തണുപ്പായിരിക്കുമെന്ന്. और उस महिला ने इनसे कहा शायद वहां पे इस समय बहुत ठंड होगी। അതായത് ഈ ഫ്ലൈറ്റിൽ കയറി അവർ ചെന്ന് ഇറങ്ങാൻ പോകുന്ന സ്ഥലത്ത് ഭയങ്കര തണുപ്പായിരിക്കുമെന്ന് അവർ പറയുകയാണ്. यानी वो ये कह रहे हैं कि उस हवाई जहाज में जिस जगह वो जाने वाली हैं, वहां पर शायद अभी बहुत ठंड होगी। എന്നാൽ ഈ സ്ത്രീ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം ഒരു പാവപ്പെട്ട പ്രായമുള്ള സ്ത്രീയല്ലേ, പുള്ളിക്കാരിയോ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്, അതുകൊണ്ട് അത് ബോധർ ചെയ്യാൻ പോയില്ല. पर इस महिला ने उनकी बात पर कोई ध्यान ही नहीं दिया, क्योंकि वो तो एक बेचारी बुजुर्ग महिला और ये बहुत ही जानी मानी प्रसिद्ध लेखिका है, तो इन्होंने उसकी बात पर कोई ध्यान ही नहीं दिया। അവര് പുസ്തകത്തിൽ വായിക്കുകയാണെന്നുള്ള അഭിനയത്തിൽ അതിൽ ശ്രദ്ധയോടെ ഇങ്ങനെ നോക്കിയിരിക്കുക. वो किताब को ऐसे देख कर बैठी रही जैसे कि वो दिखावा नाटक कर रही है, जैसे कि वो किताब पढ़ रही है। എന്നാൽ ആ പ്രായമായ സ്ത്രീയുടെ വായിൽ നിന്ന് അടുത്ത ഒരു വാക്ക് വന്നു. ആ സ്ത്രീ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ വിട്ടു പോയല്ലോ, കഴിഞ്ഞ 53 വർഷക്കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു. എന്നിട്ടിരുന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവിന്റെ ശരീരം വെറുങ്ങലിച്ച് ആ ഫ്ലൈറ്റിനകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞവർ കരഞ്ഞു. और फिर थोड़ी देर में उसी महिला ने ये कहा, कहीं देखते हुए वो बोले कि तू तो मुझे छोड़कर चला गया है, पिछले 53 साल हम एक साथ जिए। और फिर वो कहती है कि मेरे पति की जो लाश है वो उस फ्लाइट में पड़ी है। പെട്ടെന്ന് ഈ സ്ത്രീക്ക് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ അടുത്തിരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് ഡെഡ് ബോഡി ഫ്ലൈറ്റിനകത്തുണ്ടല്ലോ, ആ വേദന ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണല്ലോ എന്റെ അടുത്ത് വന്നിരുന്നതെന്ന് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി. अब एकदम से ये औरत लेखिका परेशान होगी, उनको ये समझ में आया कि इस महिला, बुजुर्ग महिला के पति का देहांत हो गया और वो अपने उस दुख को बांटने के लिए मेरे पास में आकर बैठी थी।
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പലപ്പോഴും പലരും കരുണയുള്ള ഒരു വാക്കിന് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നാം പലരും അവരെ ശ്രദ്ധിക്കാതെ, അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് കൊടുക്കുവാൻ കഴിയാതെ നാം മുഖം തിരിച്ച് അല്ലെങ്കിൽ അഭിനയിച്ച് നാം അവിടം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. मुझे सुनने वाले भाई और बहनों, बहुत बार जब दया का एक शब्द सुनने के लिए लोग मेरे और आपके पास में आते हैं, हम बहुत बार अपना मुंह फेर लेते हैं, उन पर कोई ध्यान ही नहीं देते और वहां से हम पलट कर चले जाते हैं। വേറൊരു വ്യക്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് കൊടുക്കുവാൻ നമുക്ക് പലർക്കും കഴിയാതെ വരുന്നു. दूसरे एक व्यक्ति के लिए हमारे पास कई बार 1 मिनट भी देने के लिए नहीं होता है। ഒരു പക്ഷേ നിന്റെ ഒരു മിനിറ്റ് ആയിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തെ നേടുവാൻ കഴിയുന്നത്. हो सकता है आपका वो 1 मिनट उस व्यक्ति को प्रभु में ले आए। അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ നമുക്ക് കരുണയുള്ളവരായിട്ട് തീരാം. इसलिए आज से हम दयावंत बने ആ കരുണയുള്ള കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. और दयावान प्रभु हमारे अंदर रहता है। നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യത്തെ ഓർക്കുക, കരുണ കാണിക്കുന്നവന് കരുണ ലഭിക്കും. प्रभु के वचन को याद करें, जो दया करता है उस पर दया की जाएगी। കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. धन्य है वे जो दयावंत हैं, उन पर दया की जाएगी। നമുക്ക് നമ്മുടെ തലകളെ കർത്താവിന്റെ സന്നിധിയിൽ വണക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിക്കുവാൻ ഇന്നത്തെ രാത്രികാലം കൃപ തന്നല്ലോ, സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ്റെ കൊണ്ടും കൃപ തന്നില്ല. ഞങ്ങളുടെ ദാസനെയും അതിനായി ബലത്തോടെ നിർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജനമാകുന്ന ഞങ്ങൾക്ക് ഇന്നത്തെ വചനം അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ അപ്പച്ച. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. हम फिर से प्रार्थना करेंगे। प्रभु, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए। प्रभु आपकी उपस्थिति के लिए हम आपका धन्यवाद करते हैं। प्रभु जी, आपके सामर्थी वचन के लिए हम आपका धन्यवाद करते हैं। प्रभु, आपका वचन कहता है, धन्य है वे जो दयावंत हैं, क्योंकि उन पर दया की जाएगी। प्रभु, हमें दया से भरे हुए व्यक्ति बना, करुणा से भरे हुए व्यक्ति बना। प्रभु हमें पेशेवर नहीं प्रभु, हमें दया से भरे हुए व्यक्ति बना प्रभु। चाहे हम सेवक हों, चाहे हम सिर्फ एक विश्वासी हों प्रभु, हम आपकी दया से भरे हुए व्यक्ति बनने पाए। किसी के कष्ट को, किसी की मुसीबत को, किसी की पीड़ा को देखकर हम मुंह फेरने वाले नहीं प्रभु, बल्कि उनका साथ देने वाले, दिलासा के शब्द कहने वाले, उनकी जरूरत में काम आने वाले लोग बनने पाए। प्रभु, आपके वचन के लिए हम आपका धन्यवाद करते हैं। आपके दास के लिए धन्यवाद प्रभु। अपनी बड़ी सामर्थ से उन्हें भर, अपने बड़े अभिषेक से उन्हें भर, उन्हें, उनके परिवार को, उनकी सेवकाई को बहुतायत से आशीष दे प्रभु। उनकी सेवकाई हम सब के लिए एक बड़ी आशीष का कारण काफी लंबे समय से बन रही है, उसके लिए हम आपका धन्यवाद देते हैं। आए हुए सारे आपके दासों दासियों को, सारे आपके बच्चों को हम आपके हाथों में देते हैं। सबको बहुतायत से आशीष दे। और इन दिनों में प्रभु एक प्रण हम लेने पाए कि हम आप जैसे दयावान बनेंगे प्रभु, उसका एक अनुग्रह हमें दे, उस अनुग्रह से हमें भर, अपनी दया में हमें आगे बढ़ा प्रभु। सारा आदर, सारी महिमा हम आपको देते हैं प्रभु यीशु मसीह के नाम से मांगते हैं, आमेन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह, पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दोबारा